ഹായ് മിറക്കിൾ മേക്കേഴ്സ്, ഞാൻ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കോച്ച്. ഇന്ന് ഒരു പുതിയ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലിൻ്റെ പേര് മൈൻഡ്ഫുൾ ജേർണീസ്. ഈ ചാനലിനകത്ത് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചും മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സിനെ കുറിച്ചും മോട്ടിവേഷനെ കുറിച്ചും നിങ്ങൾക്ക് എങ്ങനെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു വ്യക്തിയാകാം എന്നതിനെ കുറിച്ചുമൊക്കെയാണ് വീഡിയോസ് ഇടുന്നത്. ഈ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്തിയാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കൂടി വരുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുള്ളവർക്കും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ മിറക്കിൾ മോർണിംഗിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് മിറക്കിൾ മോർണിംഗ് എന്നത് നിങ്ങളുടെ ലൈഫിനെ വളരെ വലിയ രീതിയിൽ ട്രാൻസ്ഫോം ചെയ്യാൻ കഴിയുന്ന കുറച്ച് മെത്തേഡ്സുകളാണ് ഇതിനകത്ത് പറയുന്നത്. അതായത് നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ തൊട്ടുള്ള ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ നിങ്ങൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെയായിരിക്കും നിങ്ങളുടെ അന്നത്തെ ദിവസം എന്നതാണ് സത്യം. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ ഉടനെ എന്താണ് ചെയ്യാറ്? അതായത് നിങ്ങൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ബ്രഷ് ചെയ്തു, വീട്ടിൽ ജോലിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അടുക്കളയിലേക്ക് പോയി, അങ്ങനെയൊക്കെയാണോ? അതോ നിങ്ങൾ എന്തെങ്കിലും രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നവരാണോ? നിങ്ങൾ എന്താണ് രാവിലെ എഴുന്നേറ്റ് ചെയ്യുന്നത്? അതായത് നിങ്ങളുടെ ആദ്യത്തെ 1 അവർ നിങ്ങൾ എന്തിനാണ് സ്പെൻഡ് ചെയ്യുന്നത് എന്നൊന്ന് കമന്റ് ചെയ്യണേ. നമ്മളുടെ ലൈഫിന്റെ വളരെയധികം ട്രാൻസ്ഫോം ചെയ്യാൻ കഴിയുന്ന ഒരു ഒരു പ്രാക്ടീസ് ആണെന്ന് പറയാം ഈ മിറക്കിൾ മോർണിംഗ്. ഇതിനകത്ത് 6 ഘടകങ്ങളാണുള്ളത്. സേവേഴ്സ് എന്ന് പറയാം. SAVERS. എസ് എന്ന് പറഞ്ഞാൽ സൈലൻസ്, അതായത് രണ്ടാമത്തെ എ എന്ന് പറഞ്ഞാൽ അഫർമേഷൻസ്, വി എന്ന് പറഞ്ഞാൽ വിഷ്വലൈസേഷൻ, ഇ എന്ന് പറഞ്ഞാൽ എക്സസൈസ്, ആർ എന്ന് പറഞ്ഞാൽ റീഡിംഗ്, എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രിബ്ലിംഗ്. സൈലൻസ്, അതായത് ആദ്യത്തെ നിങ്ങൾ എഴുന്നേറ്റ ഉടനെ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് വളരെ വലിയൊരു റിസപ്റ്റീവ് സ്റ്റേറ്റിലായിരിക്കും. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് വളരെയധികം ഉണർന്നിരിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾ എഴുന്നേൽക്കുമ്പോഴുള്ളത്. ആ സമയത്ത് കുറച്ചു നേരം നിങ്ങൾ ആദ്യം മെഡിറ്റേറ്റ് ചെയ്യുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രീത്തിങ് എക്സസൈസോ ചെയ്തു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം വളരെ നല്ലൊരു പ്രൊഡക്റ്റീവ് ആക്കി മാറ്റാൻ കഴിയും. ചില ആളുകളെ കണ്ടിട്ടില്ലേ, എഴുന്നേറ്റ ഉടനെ വളരെ മൂശേട്ടം കാണിച്ച് നമ്മൾ അങ്ങനെ ഇടം തിരിഞ്ഞ എഴുന്നേറ്റത് നമ്മളിങ്ങനെ പറയാറുണ്ട്. അതിൻ്റെയൊക്കെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ഉറങ്ങിയ സമയത്തും അവരുടെ അവർ സ്വപ്നം കണ്ടത്, അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് ചിന്തിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് അവർ കിടന്നപ്പോൾ എന്തൊക്കെയാണോ അവർ ചിന്തിച്ചത് അതിനെക്കുറിച്ചായിരിക്കും സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ ഈ ഉറങ്ങുമ്പോഴൊക്കെ ചിന്തിക്കുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ, രാത്രി കിടന്നപ്പോൾ അവർ നല്ല കാര്യങ്ങളല്ല ചിന്തിച്ചത്, ഇപ്പൊ ഭാര്യയും ഭർത്താവും അടിയിട്ടിട്ടാണ് കിടന്നതെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവർക്ക് വളരെ ഒരു നെഗറ്റീവ് എനർജിയോടായിരിക്കും അവർ എഴുന്നേൽക്കുന്നത്. അന്നത്തെ ദിവസം നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ആദ്യം നമ്മൾ സൈലൻസ്, മെഡിറ്റേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രെയർ, അതല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ് നമുക്ക് ചെയ്യാം. രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് അഫർമേഷൻ ആണ്. അഫർമേഷൻ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മളുടെ ലൈഫിലെ നമുക്ക് പോസിറ്റീവ് ആക്കി മാറ്റാനായിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറയുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് വിശ്വസിക്കും. അതിനെയാണ് അഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാമതായിട്ട് നമ്മൾ അഫർമേഷൻ ചെയ്യാം. മൂന്നാമത് വിഷ്വലൈസേഷൻ. വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് മനസ്സിന് നമ്മളൊരു റിഹേഴ്സൽ ചെയ്യുന്നതാണ്. അതായത് ഒരു കാര്യം സംഭവിക്കുന്നതായിട്ട് ഇങ്ങനെ നമ്മൾ ഇമാജിൻ ചെയ്യുന്ന, ഒരു സിനിമ ഓടിക്കുന്നത് പോലെ ഇങ്ങനെ കാണുന്നതാണ് വിഷ്വലൈസേഷൻ. നാലാമെന്ന് പറയുന്ന എക്സസൈസ്. എക്സസൈസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ 3 കാര്യങ്ങൾ ചെയ്തത് നമ്മുടെ മൈൻഡിനുള്ള എക്സസൈസ് ആണ്. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനുള്ള എക്സസൈസ് ആണ്. കാരണം നമ്മുടെ ശരീരത്തിലെ എനർജികൾ, അതായത് ഓരോ എനർജി ചക്രാസ് ഉണ്ടല്ലോ, ഈ ചക്രാസിലൊക്കെ എനർജി ബ്ലോക്ക് ആയിട്ടിരിക്കുന്നത് മാറാനായിട്ടാണ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്. അതിന് മാത്രമല്ല വേറെ പല ബെനിഫിറ്റുകളും ഉണ്ട്. ഒരു ബെനിഫിറ്റ് ആണ് നമ്മളുടെ ശരീരത്തിലെ എനർജി ഫ്ലോ വളരെയധികം കറക്റ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് നടക്കും. അപ്പോൾ നിങ്ങൾക്ക് അടുത്തതായിട്ട് എക്സസൈസ് ചെയ്യാം. വലിയ കാര്യമായിട്ടൊന്നും ചെയ്തില്ലെങ്കിലും എന്തെങ്കിലും ചെറിയ യോഗയോ സ്ട്രെച്ചിങ്സോ അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് നടക്കാൻ പോകുവാനോ ചെയ്യാം. അടുത്തതായിട്ട് റീഡിങ്. ഏറ്റവും നല്ലത് പേഴ്സണൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സെൽഫ് ഹെൽപ്പ് ബുക്കുകൾ വായിക്കുക എന്നുള്ളതാണ്. ദ സീക്രട്ട്, ദ മാജിക്, ദ ഹീറോ, ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്, ഇതിന്റെയൊക്കെ മലയാളത്തിലും വിവിധ ഭാഷകളിലും മാറ്റി എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷോ നിങ്ങൾക്ക് താല്പര്യമുള്ള ഭാഷയിൽ നിങ്ങൾക്ക് ഇതിലേതെങ്കിലുമൊക്കെ ബുക്കുകൾ വായിച്ചു തുടങ്ങാം. ഇങ്ങനെ വായിക്കുന്നത് കൊണ്ട് നിങ്ങൾ രാവിലെ സമയം എന്ന് പറയുന്നത് നമ്മളെ ആരും ഡിസ്റ്റർബ് ചെയ്യാനില്ലാത്ത സമയമാണ്. നിങ്ങൾ ഒരു 5 മണിക്ക് എഴുന്നേൽക്കുകയാണെങ്കിൽ 5 മണി തൊട്ട് 6 മണി വരെയുള്ളൊരു ടൈം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യാതിരിക്കുക. ആ സമയത്ത് ബാക്കി എല്ലാവരും ഉറങ്ങുകയാണ്.
വളരെ നിശബ്ദതയായിരിക്കും, നിങ്ങൾക്ക് നല്ല കോൺസെൻട്രേഷൻ ആയിരിക്കും. ആ സമയത്ത് കുറച്ച് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ്, നിങ്ങൾ എത്രത്തോളം വായിക്കുന്നു അതുപോലെ നിങ്ങൾ വളരും. ശാരീരികമായിട്ട് വളരും എന്നല്ല, മാനസികമായിട്ട് നിങ്ങൾ വളരും. ജീവിതത്തിലെ ഓരോ സിറ്റുവേഷനെ നിങ്ങൾ നോക്കുന്ന രീതികൾ മാറും. ഓരോ നമ്മുടെ ഇഷ്യൂസിനെയൊക്കെ അപ്രോച്ച് ചെയ്യുന്ന രീതികൾ മാറും. അതുകൊണ്ട് തന്നെ വായന എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ലൈഫിൽ. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പൊ എല്ലാവരുടെയും ലൈഫിൽ നിന്നും പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ വായന. അടുത്തതായിട്ട് സ്ക്രിബ്ലിംഗ്, അതായത് നിങ്ങൾ എന്തെങ്കിലും എഴുതുക. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതാം നിങ്ങൾക്ക്. നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ഡയറിയിൽ എഴുതാം. അതും വളരെയധികം എഫക്റ്റീവാണ് രാവിലെ ചെയ്യുന്നത്. അപ്പോൾ ഈ 6 കാര്യങ്ങൾ നിങ്ങൾ എഴുന്നേറ്റ ഉടനെയുള്ള അരമണിക്കൂറിനുള്ളിലോ 1 മണിക്കൂറിനുള്ളിലോ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ അന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് ആയിരിക്കുകയും നിങ്ങൾക്കൊരു ഡയറക്ഷൻ കിട്ടും. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഒരു മെന്റൽ ഇമേജ് കിട്ടും അന്നത്തെ ഒരു ദിവസം എങ്ങനെയായിരിക്കും എന്നുള്ളത്. അല്ലാതെ പെട്ടെന്ന് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് അടുക്കളയിൽ കയറി കുറച്ച് കുക്കിംഗ് ഒക്കെ ചെയ്തിട്ട് പിടച്ചടച്ച് നമ്മൾ ജോലിക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾക്കൊരു പ്ലാനിങ് ഇല്ല, നിങ്ങളുടെ മൈൻഡിനൊരു റീസെറ്റ് കിട്ടിയിട്ടില്ല. നിങ്ങൾ രാത്രിയിൽ ചിന്തിച്ച് കിടന്ന കാലം തന്നെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ വൈകിട്ട് വരുന്നവരെ അതായിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മളുടെ മനസ്സിലെ ലിമിറ്റിംഗ് ബിലീഫ്സും ഓരോ രീതിയിലുള്ള നെഗറ്റീവ് തോട്ട്സുകളും നിറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പ്രാക്ടീസുകൾ രാവിലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് ക്ലിയർ ആവുകയും നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പോസിറ്റീവ് വ്യക്തിയായിട്ട് മാറുവാൻ സാധിക്കും. ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തികൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒന്നാണ് ഈ മിറക്കിൾ മോർണിംഗ് എന്ന് പറയുന്നത്. നിങ്ങളുടെ മോർണിംഗിനെ മിറക്കിൾ ആക്കുവാൻ, നിങ്ങളുടെ ലൈഫിനെ മിറക്കിൾ ആക്കുവാൻ നിങ്ങളും ഈ 6 സ്റ്റെപ്പുകൾ ഫോളോ ചെയ്ത് നോക്കുക. ഇത് ഓൾറെഡി നിങ്ങൾ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയുക. എത്ര പേരാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതല്ല, ഇനി നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളും കമന്റ് ബോക്സിൽ വന്ന് പറയണേ, നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. വീഡിയോസ് ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ. അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ തോട്ട്സ് എന്തൊക്കെ തന്നെ ആയാലും കമന്റ് ബോക്സിൽ വന്ന് അറിയിച്ചു. ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു. ബൈ.